നമുക്ക് പത്രങ്ങളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളാണ്. നമ്മൾ വത്തിക്കാനിൽ നിന്ന് വിപുലമായ ക്രമീകരണങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പത്രങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ പത്രങ്ങളിൽ മാതൃഭൂമി, മനോരമ രണ്ടുപേര് നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ദേശാഭിമാനിയും തുടങ്ങാം. മനോരമയിലേക്ക് വന്നാൽ പഹൽഗാം പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ നമുക്കറിയാം ഇന്നലെയാണ് കസ്തൂരി രംഗൻ അന്തരിച്ചു എന്നുള്ള വാർത്ത. അതാണ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് ചിത്രത്തോടൊപ്പം. പഹൽഗാമിലേക്ക് വന്നാൽ പഹൽഗാം തുടർ നടപടികളുമായി സേന പഴുതടച്ച് തിരച്ചിൽ എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ്. ഒരു വശത്ത് ഇന്നലെയായിരുന്നു രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ. അതിൻ്റെ ഒരു ചിത്രവും മകളും ഭാര്യയും അടക്കമുള്ളവർ വിതുമ്പുന്ന ആ ചിത്രവും സമീപത്തുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരമാണ്. അപ്പൊ ആ ഒരു വാർത്തയും കൂടി ഉൾക്കൊള്ളുന്നതാണ് മനോരമയുടെ. ഓക്കെ, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ പഹൽഗാം ആണോ ലീഡ്? പഹൽഗാമാണ് പ്രധാനമായും കൊടുത്തിട്ടുള്ളത്. 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അമർ രഹി എന്ന് പറഞ്ഞ് ഇന്നലെ രാമചന്ദ്രന്റെ സംസ്കാരം നടന്ന വാർത്തയുണ്ട്. പിന്നെ ഉന്നമിട്ട്, അതാണ് പ്രധാനമായും കൊടുത്തിട്ടുള്ളത്. അതിൽ വാർത്ത എങ്ങനെയാണ്: പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർക്കെതിരെ തിരിച്ചടിച്ച് ഇന്ത്യ. പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന കശ്മീർ സ്വദേശികളായ 2 ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തു. അന്വേഷണ ഏജൻസികൾ തിരയുന്ന ആസിഫ് ഷെയ്ഖിൻ്റെയും ആദിൽ അഹമ്മദ് തോക്കറിൻ്റെയും വീടുകളാണ് വെള്ളിയാഴ്ച പുലർച്ചെ തകർത്തത്. മറ്റൊരു വശത്ത് ഞങ്ങൾ ഭീകരരെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ച് പാകിസ്ഥാൻ. അതെ, അപ്പോൾ അങ്ങനെ ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഈ വാർത്ത എന്നെല്ലാം വലിയ രീതിയിൽ ഓളമുണ്ടാക്കിയിരുന്നു. അതെ അതെ, ആംസാൻ അമ്യൂണിഷൻസ് സപ്ലൈ ചെയ്യുന്ന ഞങ്ങളാണ്. മാത്രമല്ല ഇന്നലെ അമേരിക്കയെ വിമർശിക്കുന്നുണ്ട്. 10-30 വർഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഞങ്ങൾ ഈ ഭീകരരെ എല്ലാം വിട്ടു തന്നിട്ട് ഞങ്ങളെ നിങ്ങൾ ഇന്ത്യയുടെ കൂടെ ചേർന്ന് ഇങ്ങനെ പറയാമോ? മാത്രമല്ല ഇന്ന് ട്രംപ് ഈ പഹൽഗാം ആക്രമണത്തെ അപലപിക്കുമ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചു. പക്ഷേ തുളസി ഗബ്ബാർഡ് വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, ഹണ്ട് ചെയ്തോളൂ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ദേശാഭിമാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ദേശാഭിമാനി ലീഡാക്കിയിരിക്കുന്നത്. നാളെയോടെ എല്ലാ പാക് പൗരന്മാരും ഇന്ത്യ വിടണം. മെഡിക്കൽ വിസയിൽ വന്നവർക്ക് മാത്രമാണ് എക്സംഷൻ ഉള്ളത്. നാളെ 27 ആണ്, അന്ത്യശാസനമാണ്. അത് പാകിസ്ഥാനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നയതന്ത്ര നടപടികളുടെ ഭാഗമായിട്ടാണ്. മെഡിക്കൽ വിസയുള്ളവർക്ക് ചൊവ്വാഴ്ച വരെ സമയമുണ്ട്. മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ നിർദ്ദേശമാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. സേനാ അഭ്യാസം തുടരുന്നത്. കരസേനാ മേധാവി കശ്മീരിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ 4ാം ദിവസവും ഭീകരരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ലഷ്കർ കമാൻഡർ അൽതാഫ് ലലിയെ ഇന്നലെ സൈന്യം വധിച്ച വാർത്ത, അൽതാഫ് ലലിയുടെ ചിത്രമടക്കം ഇൻസെറ്റിൽ കൊടുത്തുകൊണ്ട് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം കെ കസ്തൂരി രംഗന് വിട നൽകുന്ന വാർത്തയാണ്. വിക്രം സാരാഭായ് കണ്ടെത്തിയ പ്രതിഭയാണ് കസ്തൂരി രംഗൻ. അദ്ദേഹത്തെ പലതരത്തിൽ നമ്മൾ പല മേഖലകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അത്രയേറെ കാര്യങ്ങളിൽ സംഭാവന നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വേരുകളുള്ള പാലക്കാട്ടുകാരി വിശാലാക്ഷിയുടെ മകനാണ്. CM കൃഷ്ണസ്വാമി അയ്യരുടെയും മകനാണ്. കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളതും നമുക്ക് ഒരു പ്രാദേശികമായി നമ്മൾ പറയുമ്പോഴേക്കും അത് നമുക്കൊരു അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. മാർപ്പാപ്പയ്ക്ക് വിട നൽകാനുള്ള ഒരുക്കങ്ങൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അടങ്ങുന്ന കിരൺ റിജിജു ഒക്കെ അടങ്ങുന്ന സംഘം അവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കർദിനാൾ മാർ ക്ലിമീസ് കാതോലിക്ക ബാവയും ഒപ്പമുണ്ട്. വിശദമായ വാർത്തകൾ അതിൻ്റേത് ഉൾപേജിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ വെങ്കി സൂചിപ്പിച്ചതുപോലെ കശ്മീരിൽ 2 ഭീകരരുടെ വീട് തകർത്ത വാർത്തയും പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കെ ഫോണിന്റെ ഡാറ്റാ പരിധി വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്ത. വയോജന കമ്മീഷൻ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു. IM വിജയന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. IM വിജയൻ പോലീസ് കുപ്പായം അഴിക്കുന്നു. ഫെയർവെൽ പരേഡിൽ പോലീസ് സേനാംഗങ്ങളെ സല്യൂട്ട് ചെയ്യുന്ന ഒരു ചിത്രമടക്കം അതും വാർത്തയെ കൊടുത്തിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി CPIMന്റെ ജനസദസ് വരുന്നുണ്ട്. 29-30 തീയതികളിലാണ്. ഒപ്പം N രാമചന്ദ്രന് മന്ത്രിയും കളക്ടറും അടക്കം അന്തിമോപചാരം അർപ്പിക്കുന്ന മന്ത്രി P രാജീവിന്റെ അടക്കമുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള വാർത്തയും ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഉൾപേജിലേക്ക് വന്നാൽ കസ്തൂരി രംഗന്റെ വാർത്തയിൽ അത് മാനത്തെ കസ്തൂരിമാൻ എന്ന തലക്കെട്ടോടായിട്ട് മനോരമയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവിധ ആളുകളുടെ അഭിപ്രായം, അനുസ്മരണങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പേജ് മുഴുവനായും. എന്താണ് കസ്തൂരി രംഗൻ എന്ന് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സെന്റർ സ്പ്രെഡാണ് മനോരമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാതൃഭൂമിയിൽ ഈ ആക്രമണത്തിന്റെ കുറെ ഡാറ്റ ഉറപ്പായി ഉണ്ടാവുമല്ലോ. മാത്രമല്ല ആയുധക്കരുത്ത്, ഇന്ത്യയുടെ ആയുധക്കരുത്ത് എങ്ങനെയാണ് എന്ന് കൃത്യമായി മാതൃഭൂമി ഡാറ്റ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എങ്ങനെയാണ്, പാകിസ്ഥാൻ്റെ എങ്ങനെയാണെന്നുള്ള താരതമ്യം മാതൃഭൂമി കൊടുക്കുന്നുണ്ട്.
മാത്രമല്ല പാകിസ്ഥാനികളെ നാട് കടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം, അമിത്ഷാ നിർദ്ദേശം കൊടുത്ത വാർത്തയും മാതൃഭൂമി എന്ന സെൻട്രൽ പേജിലൊക്കെ കൊടുക്കുന്നുണ്ട്. മാത്രം വെള്ളാപ്പള്ളിയുടെ ഒരു അഭിമുഖമുണ്ട് കേട്ടോ മാതൃഭൂമിയിൽ ഇന്ന്. മാത്രം അതാ ഒരു കുറച്ച് ദിവസത്തെ വെടിനിർത്തലിന് ശേഷം വീണ്ടും വെള്ളാപ്പള്ളി പറഞ്ഞ എന്താണ്, ഞാൻ അതാണ് മൊത്തം വായിച്ചിട്ടില്ല. നമുക്ക് എന്താണ് വിവാദങ്ങൾ ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് അതിൽ, വിവാദങ്ങൾ കൂടപ്പിറപ്പാണെന്ന് തോന്നുന്നു, മലപ്പുറത്തെ പ്രസംഗം വലിയ കോലാഹലമാണ് ഉണ്ടാക്കിയത്, ഇതൊക്കെ ആലോചിച്ചുറപ്പിച്ച് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രസംഗവും നേരത്തെ ആലോചിച്ച് വെച്ചിട്ട് പറയുന്നതല്ല, അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല, അന്നേരത്തെ പറയേണ്ടത് മനസ്സിൽ തോന്നും അങ്ങോട്ട് പ്രസംഗിക്കും. വെള്ളാപ്പള്ളി ആദ്യത്തെ മറുപടി അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെയും ടാഗ് ലൈൻ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ നിന്ന് ഏറ്റവും കാമ്പുള്ളതായി കെ ജോണി പിക്ക് ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്യുന്നത് നീതി നിഷേധത്തെ എന്നതാണ്. നീതി നിഷേധത്തെ നോക്കൂ. മാത്രമല്ല എഡിറ്റോറിയലുണ്ടോ കേട്ടോ, യശസ്വിയായ കേരളപുത്രൻ കസ്തൂരിരംഗൻ അനുസ്മരണമാണ്. നമുക്ക് മാധ്യമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാരോട് അമിത്ഷാ പറഞ്ഞ പാക് പൗരന്മാരെ തിരിച്ചയക്കൂ, അതാണ് മാധ്യമത്തിന്റെ ലീഡ്. നാടുകടത്താൻ അടിയന്തര നടപടി, പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴുകരുത്, സിന്ധു നദീജല കരാർ നിർത്തിവെക്കൽ എങ്ങനെ നടപ്പാക്കും എന്നുള്ളതിൽ ഇന്നലെ നടന്ന ചർച്ച. അതിനുശേഷം ജലശക്തി മന്ത്രി CR പാട്ടീലാണ് പറഞ്ഞത് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അതിർത്തിയിലെ പാക് വെടിവെപ്പ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് ചിത്രം അവർ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ പൊതുദർശനം കഴിഞ്ഞ് N രാമചന്ദ്രന്റെ മൃതദേഹം എടുക്കുമ്പോൾ ഭാര്യയും മകളും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു നിൽക്കുന്ന ആ പടമാണ് മാധ്യമം കൊടുത്തിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡിക്ക് ഇന്നലെ തിരിച്ചടി നേരിട്ടു, രേഖകളില്ലാതെ നോട്ടീസ് അയക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞ വാർത്ത അതും പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം സവർക്കറെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം, അത് ഇന്നലെ സ്വാതന്ത്ര്യ സമര പോരാളിയാണ് VD സവർക്കർ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷമായ വിമർശനം നടത്തിയത്. ഇനി വല്ലതും രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞാൽ സ്വമേധയാ നടപടിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പും വിമർശനമായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധി പോലും സവർക്കറെ എന്താ പറയാ പ്രശംസിച്ചിട്ടില്ലേ. മഹാത്മാഗാന്ധി ഏതെങ്കിലും തരത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു കത്ത് എഴുതുമ്പോൾ അത് ബ്രിട്ടീഷുകാർക്ക് വിധേയനാകുന്നു എന്നതാണോ എന്നതൊക്കെയാണ് വിശ്വസ്തദാസൻ, അതൊരു യൂസേജ് ആണ്. അപ്പോൾ സുപ്രീം കോടതി ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ എങ്കിയുടെ കുട്ടിക്കാലത്ത് മലയാളം കത്തെഴുതൽ ഒക്കെ പഠിക്കുന്നതിലുണ്ടായിരുന്നത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ പലതരത്തിൽ സല്യൂട്ടേഷൻസ്, ഇപ്പോൾ ഇംഗ്ലീഷിലായാലും കത്തെഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സല്യൂട്ടേഷൻ എങ്ങനെ വേണം, അതുപോലെ തന്നെ ക്ലോഷർ എങ്ങനെ വേണം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഒബീഡിയൻലി, അതൊക്കെ ഏത് ഘട്ടത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് ആ ഈ ലെറ്റർ റൈറ്റിംഗ് അതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിപ്പിക്കുമ്പോഴേക്കും പറയുന്ന പോലെ. അപ്പോൾ ആ ഫോർമാറ്റൊക്കെ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞതാണ് ആ ഒരു പരാമർശങ്ങളിൽ ശ്രദ്ധേയമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നിങ്ങൾ മറ്റു പത്രങ്ങളിലൊക്കെ മിസ്സായ വാർത്തയാണ്, IT പാർക്കിൽ മദ്യം. നമ്മുടെ വാർത്തയാണ്, ഇന്നലെ റോഷിപാൽ ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നിർമ്മിത ബുദ്ധൻ എന്ന കാർട്ടൂൺ മാധ്യമം കൊടുത്തിരിക്കുന്നത്. IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി, ഇവർ കുടിച്ച് പാമ്പായാൽ സ്നേക്ക് പാർക്ക് എന്ന് വിളിക്കാം എന്നതാണ് ആ കാർട്ടൂണിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വന്നാൽ ഹിന്ദുവിലെ ലീഡ് എന്താണ്? ഇവിടെ കാർട്ടൂൺ എന്താ? കാർട്ടൂൺ അതാ ഞാനിപ്പോൾ നോക്കിയ കാർട്ടൂൺ ഉണ്ട്. അത് ഇന്നലത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ മലയാളത്തെ കുറിച്ച് മുണ്ട് കുത്താനും അറിയാം, മലയാളം സംസാരിക്കാനും അറിയാം, തെറി പറയാനും അറിയാം. രാജീവ് ചന്ദ്രശേഖർ കണ്ണു പൊട്ടുന്നതും പൊട്ടാത്തതുമുണ്ട്. മാതൃഭൂമിയും കാകകൃഷ്ണയും ഇത് തന്നെയാണ് കേട്ടോ. എനിക്ക് സെയിം ഹെഡ്ലൈൻ ആണ്, എനിക്ക് മുണ്ടെടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും, രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അപ്പോൾ മുണ്ട് കുത്തിവെക്കുന്നത് എങ്ങനെയാണ്, നല്ലോണം കഞ്ഞിമുക്കി ചാരി വെക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഈ മുണ്ട് കുത്തിവെക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അതാണ് എല്ലാവരും. കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ കുത്തിച്ചാരി വെക്കുക, അതുപോലെ തന്നെ ഭിത്തിയിൽ കുത്തിവെക്കുക, മടക്കി കുത്തുക എന്നാണ് പുള്ളി ഉദ്ദേശം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ അതെ, മണ്ണ് മടക്കി കുത്താനും അറിയാം. പക്ഷെ എന്തായാലും ഇതെല്ലാം ചോദിച്ചു വാങ്ങിയ പ്രകാരം വലിയ ഹിറ്റായി. നമ്മൾ ആ പീസ് എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വൻ ഹിറ്റാണ്, വൻ വൈറലായത്. നമ്മളെല്ലാം ജിതിൻ രാംദാസ് പറഞ്ഞതുപോലെ എനിക്ക് മലയാളം പറയാനും അറിയാം. ടെൻഷൻ ഗ്രിപ്സ് ഓഫ് ലൈൻ ഓഫ് കൺട്രോൾ എമിഡ് ക്രാക്ക് ഡൗൺ ഓൺ മിലിറ്റൻസ് എന്നുള്ളതാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആ തകർത്ത വീടിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ ബൈസരൻ വാസ് ഓൾവേസ് ഓപ്പൺ ടു പബ്ലിക് എന്ന് പറഞ്ഞിട്ടൊരു സൈഡ് കോട്ടും, അതായത് എങ്ങനെയാണ് 20-ാം തീയതിക്ക് മുമ്പ് തുറന്നു കൊടുത്തത് എന്നുള്ളതിന് അത് ക്ലോസ് ചെയ്തിട്ടേ ഇല്ല ജമ്മുകാശ്മീരിന്റെ ഒരു വാദമാണ്. അതോടൊപ്പം നമ്മൾ ഇവിടെ ഫ്രണ്ട് പേജിൽ കാണാത്ത ഒരു വാർത്ത ഹിന്ദുവിലുണ്ട് അല്ലെ, മിസ്യൂസ് ഓഫ് ലോ ലെഡ് ടു അമെൻഡ്മെന്റ്സ് സെന്റർ ഇൻഫോംസ് SE എന്നുള്ള സർക്കാരിന്റെ വിശദീകരണമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അമുസ്ലിങ്ങളെ കൂടുതലായി ഉൾപ്പെടുത്തുമെന്നുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അത് മന്ത്രിമാരടക്കമുള്ളവർ മാത്രമായിരിക്കും, അവരൊന്നും ഈ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നേരിട്ടിടപെടുന്നവരല്ല എന്നൊക്കെയുള്ള ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനം എന്താണെന്നറിയാൻ നമ്മളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ N രാമചന്ദ്രന് അത് ഉൾപേജിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു കോളമായിട്ട് സൈഡിൽ ഫ്രണ്ട് പേജിലുണ്ട്. 100s പേ ഹോമേജ് ടു ടെറർ അറ്റാക്ക് വിക്ടിം എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ആ ഫോട്ടോട് ചെറിയൊരു ഫോട്ടോട് കൂടിയിട്ട്. അപ്പം ISRO ചെയർമാൻ കസ്തൂരിരംഗൻ ഡയസ് അറ്റ് 84 എന്നുള്ള ചെറിയൊരു വാർത്തയുണ്ട്.
കസ്തൂരിരംഗൻ എന്ന പാഠപുസ്തകം ആകാശ സ്വപ്നങ്ങളുടെ മാർഗദർശിക്ക് വിട എന്നതാണ് മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ. ആര്യഭട്ടയിൽ തുടങ്ങി ചാന്ദ്രയാനിൽ അവസാനിക്കുന്ന ഔദ്യോഗിക സംഭാവനകൾക്ക് ശേഷവും അക്കാദമിക ഗവേഷണ മേഖലകളിൽ നിറഞ്ഞു നിന്ന ഡോക്ടർ കെ കസ്തൂരിരംഗൻ മരണം വരെയും രാജ്യത്തെ സേവിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പഹൽഗാം ഭീകരാക്രമണം അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ വന്നതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് കെ കസ്തൂരിരംഗൻ. നമ്മളൊക്കെ മലയാളികളൊക്കെ സംബന്ധിച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്നുള്ള വാക്ക് നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടാവും. അതെ അതെ അതെ, ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ. നമ്മളൊക്കെ ഞാനൊക്കെ പണ്ട് കാലത്തേ കേൾക്കുന്ന രണ്ട് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ രണ്ടുപേരെ മാധവ് ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ. എന്താ റിപ്പോർട്ടുകൾ എന്താണ്, ആ വൈരുദ്ധ്യങ്ങൾ എന്താണ്, പിന്നെ പശ്ചിമഘട്ടം. അതെ, ശരിക്കും പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓർമ്മയിലെ ഫസ്റ്റ് വരുന്ന പേരുകൾ ഈ ഗാഡ്ഗിലും കസ്തൂരിരംഗനൊക്കെയാണ്. അതെ, നമ്മൾ ഈ റിപ്പോർട്ടുകൾ കൂടുതൽ ചർച്ച ചെയ്തത് പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ, അതുപോലെ തന്നെ കവളപ്പാറ, പിന്നെ പ്രളയം ഉണ്ടായപ്പോൾ, അങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത പേരുകളാണ്. നമുക്ക് ഈ ചാന്ദ്രയാൻ പദ്ധതിയുടെ പ്രായോഗികത എത്രത്തോളമാണ്, ഇതൊക്കെ പ്രാക്ടിക്കലാണോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും കസ്തൂരിരംഗൻ കൊടുത്ത മറുപടി നമുക്ക് അങ്ങനെ പറ്റുമോ എന്നല്ല ചോദിക്കേണ്ടത്, അങ്ങനെ ഒരു സ്വപ്നം, ആ ഒരു ഡ്രീം, അത് നമുക്ക് അവഗണിക്കാൻ കഴിയുമോ, അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ കഴിയുമോ എന്ന് തിരിച്ചു ചോദിച്ച ആളാണ്. അപ്പോൾ വളരെ മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾ എന്ന രീതിയിൽ കൂടി നമുക്ക് കസ്തൂരിരംഗൻ നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ കുറച്ചുകൂടി സമയം നമുക്ക് അദ്ദേഹത്തെ ഓർക്കാനായി ചെലവഴിക്കുകയും ചെയ്യാം. മാത്രമല്ല ഞാൻ വായിച്ചതാണ് ഇപ്പോൾ ഈ ISROയുടെ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം മതി നിർത്തലാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമ്പോഴും വാജ്പേയി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ്. പോകരുത്, നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, നിങ്ങളിപ്പോൾ പോകരുത്. അത് അവസാനം രാജ്യസഭാംഗമായ ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ഇത് ഒഴിയേണ്ടി വന്നത്. ഈ സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും ഒരു ധൈഷണികനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാവീണ്യത്തെ പല തലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. വെങ്കി പറഞ്ഞത് ഇതിലും മനോരമയിലും ഉണ്ട്. 2 തവണ പദവി ഒഴിയാൻ ഒരുങ്ങി വാജ്പേയി വീട്ടിലെ ചിത്രത്തോട് കൂടിയിട്ടുള്ള ആ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വാർത്തകൾ തയ്യാറായോ എന്ന് നമ്മുടെ ആതിര വർമ്മയോട് ചോദിക്കാം അല്ലേ. അതോടൊപ്പം മറ്റു ഇപ്പോൾ നേരത്തെ പറഞ്ഞ IT പാർക്കുകൾ ബാറിന് അനുമതി എന്നുള്ള ഉൾപേജിലുണ്ട് മനോരമയുടെ. വിദേശ മദ്യചട്ടത്തിൽ ഭേദഗതി, 10 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് എന്ന് കൽക്കട്ടോട് കൂടിയിട്ട് നമ്മൾ വിട്ടുപോയതാണ് കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. നമ്മൾ മാതൃഭൂമിയുടെ ഒരു പേജ് മൊത്തമായിട്ട് രാമചന്ദ്രന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നലെ എന്തൊക്കെയാണ്, അത് ആരൊക്കെ കാണാൻ വന്നു, ഭയങ്കര വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. എത്ര ആൾക്കാരായിരുന്നു അല്ലേ സുജയ മാം, എത്ര പേര്, സിനിമാ നടന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, എല്ലാവരും രാമചന്ദ്രനെ കാണാൻ വന്നു. വൈകാരികമായ ആ പടം മനോരമയിലൊക്കെ കൊടുത്ത അതേ പടം, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ആ പടവും അവർ മാതൃഭൂമി പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. വൈകാരികമായ ചിത്രം കൂടിയാണ്. ഒരു പകുതി പേജ് കൊടുത്തിട്ടുണ്ട് ഈ വാർത്ത തന്നെ, ഈ പറഞ്ഞ ചിത്രം തന്നെ കൊടുത്തിരിക്കുന്നത് രാമചന്ദ്രന്റെ. യെസ്, മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു, അത് ആരും ശ്രദ്ധിക്കാതെ പോയതാണ്. ഇന്നലെ തമിഴ്നാട് ഗവർണർ RN രവി വൈസ് ചാൻസലർമാരുടെ ഒരു യോഗം വിളിച്ചിരുന്നു ഊട്ടിയിൽ. അപ്പോൾ ഈ ഇപ്പോൾ ഈ തമിഴ്നാട് സർക്കാരുടെ കീഴിലുള്ള സർവകലാശാലകളിലെ VC ആരും പങ്കെടുത്തില്ല. കംപ്ലീറ്റ് ബോയ്ക്കോട്ടാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു ചൂളിപ്പോയി എന്ന് തന്നെ നമുക്കൊന്ന് പറയേണ്ടി വരും. ചാൻസലർ വിളിച്ച യോഗം വൈസ് ചാൻസലേഴ്സ് ബഹിഷ്കരിച്ചു. അതാണ് സംഭവം. സംസ്ഥാന സർക്കാർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് പങ്കെടുക്കാത്തത് ഇവരെന്നും എന്നുള്ളൊരു പ്രതികരണം വന്നതിന് ശേഷം. അത് ശരിക്കും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. പക്ഷെ നമുക്ക് തോന്നുന്നു ഇന്നലെ മൊത്തം രാമചന്ദ്രന്റെ കാര്യം എനിക്ക് തോന്നുന്നു നമുക്ക് വാർത്ത വന്നിരുന്നു വൈകുന്നേരത്തോടു കൂടിയാണ് അല്ലെ, ഒരു ബൈ ഈവനിങ് വന്ന വാർത്തയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 57 ആയിട്ടുണ്ട്. നമ്മുടെ പത്രവാർത്തയോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് കൂടി നോക്കട്ടെ. കാരണം നിങ്ങൾ ജിജേഷ് കണ്ണൂരിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു എന്തെങ്കിലും ഒരു അനിയൻ അനിയത്തി ഏടത്തി അപ്പൊ ഒരാൾ ചോദിക്കുന്നു, അപ്പൊ സുജയുടെ നമുക്ക് ടോപ്പ് 10 നോക്കിയാലോ, നിങ്ങൾ രണ്ടുപേരും അനിയത്തിയും ചേച്ചിയും ആണോ എന്ന് വിജയകുമാർ ചോദിക്കുന്നു. ഇന്നലെ അതിന്റെ മറുപടി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആയി, അതിപ്പോ അനിയനുമായി. അങ്ങനെ ആവട്ടെ, ഒരു കുടുംബമായി നമ്മളൊക്കെ. അതെ. അപ്പോ അരുൺ സാറ് ഇന്ന് വൈകുന്നേരം വരും. അതോടൊപ്പം അരുൺ സാർ കശ്മീരിൽ പോയോ എന്ന് അങ്ങനെ കാവതൊന്നും വിചാരിക്കണ്ട. അരുൺ സാർ ഒരു മൂന്നാർ പോയത് തന്നെ ഇങ്ങനെ പറയായിരുന്നു, ഒരു മൂന്നാർ ഞാൻ പോയി, ഗ്യാപ്പ് റോഡിലൊക്കെ പോയപ്പോ എന്ത് സന്തോഷം എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ അവിടെ നിൽക്കുന്നത് കണ്ടു എന്ന് ആൾക്കാർ. അത് ശരി. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഗംഭീരമാക്കാം. പ്രേക്ഷകർക്ക് മാക്സിമം പോസിറ്റീവ് എനർജി, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ രണ്ടുപേരുടെ ദിവസം ഗംഭീരമാവട്ടെ.